Hi everyone, welcome back. So ഇന്ന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1, സിംപ്ലിഫൈ √6 മൈനസ് 2 √3 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ ഇത് എന്ത് ഫോമാറ്റിലാണ് ഉള്ളത്? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമാറ്റിലാണ് ഉള്ളത് അല്ലേ? സോ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? √6 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 √3 the whole square minus 2 √6 into 2 √3. Clear അല്ലേ? 2 into √6 into 2 √3. ഇത് A, ഇത് B. ഓക്കെ, ഇത് 2 into AB എന്നുള്ള ഫോമിലാണ്. ദാറ്റ് ഈസ് എന്താണ്? A സ്ക്വയർ പ്ലസ് B സ്ക്വയർ മൈനസ് 2AB എന്നുള്ള ഫോമിൽ നമ്മൾ ഇത് എഴുതി. ഓക്കെ, സോ റൂട്ടിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയിട്ട് ആ നമ്പർ ഇറ്റ്സെൽഫ് അല്ലേ? സോ 6 പ്ലസ് 2 √3ന്റെ സ്ക്വയർ എന്ത് വരും? 2 സ്ക്വയർ ഇസ് 4, √3 സ്ക്വയർ ഇസ് 3 itself. So 4 into 3 is 12. So 4 into 3 ഇവിടെ വരും മൈനസ് 2 into 2 is 4, 4 into root of 6 into 3 എന്ന് വരും അല്ലേ? സോ അതിനെങ്ങനെ എഴുതാം? 6 പ്ലസ് 12 minus 4 √18 എന്ന് എഴുതാം. ഓക്കെ, സോ 12 plus 6 is 18 minus 4 √18 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? സോ ഇതിനെ എഗെയിൻ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ √18 നമുക്ക് ഒരു സ്ക്വയർ പുറത്തെടുക്കണം എന്നുണ്ടെങ്കിൽ √18 നമുക്ക് എങ്ങനെ എഴുതാം? 18 minus 4 into √18 നമ്മൾ √9 into √2 എന്ന് എഴുതാം അല്ലേ? 9 into 2 is 18. സോ √9 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് 3 പുറത്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ 18 minus 4 into 3 into √2 that is equal to 18 is equal to 4 into 3 is 12, 18 minus 12 √2. Okay, this is our final answer. Okay, so option D is our correct answer. 18 minus 12 √2 is our simplified answer. Clear അല്ലേ? So each step വേഗം വേഗം ചെയ്ത് നമുക്ക് ആൻസറിലോട്ടിലെത്താം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ഈസ് ദ LCM ഓഫ് 6xy മൈനസ് y 8xy മൈനസ് xy? 8x raised to 4y മൈനസ് xy ആണ് കേട്ടോ. ഒന്ന് തിരുത്തുക. Okay, so 6 of xy minus y and 8 of x raised to 4y minus xy. So നമുക്ക് ഇതിന്റെ LCM കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ 6 of xy minus y നെ നമുക്ക് ഫാക്ടേഴ്സ് അല്ല ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, എഴുതുന്ന സമയത്ത് എങ്ങനെ വരും? 2 into 3 ആണ് 6 അല്ലേ? ആൻഡ് y കോമൺ ആയിട്ടുണ്ട് ഇവിടെ. xyയിലും മൈനസ് വൈയിലും y കോമൺ ആയതുകൊണ്ട് y നമ്മൾ പുറത്തെടുത്തു. ഓക്കെ, y into x minus 1 എന്ന് എഴുതാം. 6 of xy minus y നെ 2 into 3 into y into x minus 1 എഴുതാം അല്ലേ? സോ അതേപോലെ 8 into x raised to 4y minus xy നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 2 into 2 ആണ് 8 into xy കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് x ക്യൂബ് മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ, സോ ഇതാണ് നമ്മൾ അതിൻ്റെ ഓരോ ടേമിനെയും നമ്മൾ മാക്സിമം സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. സോ ദാറ്റ് നമുക്ക് LCM കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ക്ലിയർ അല്ലേ? സോ ഇതിൻ്റെ LCM കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? നമുക്കറിയാം LCM എങ്ങനെ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ടേം എഴുതി 2 into 3 into y into x minus 1, then 2 into 2 into 2 into xy of x cube minus 1. സോ ഓരോ ഫാക്ടർ എടുത്തിട്ട് ഫാക്ടറൈസ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് 1 1 1 എന്ന് വരുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ LCM കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? സോ ആദ്യം 2 കോമൺ ആയിട്ട് എടുക്കുന്ന സമയത്ത് ഈ 2 കട്ടാവും, ഈ 2 കട്ടാവും അല്ലേ? സോ 3 into y into x minus 1, 2 into 2 into xy into x cube minus 1. ക്ലിയർ അല്ലേ? ഇനി 3 എടുക്കുക. സോ ഈ 3 കട്ടായി പോവും. ഇവിടെ 3 കട്ട് ചെയ്യാനൊന്നും ഇല്ല. സോ ഈ 3 മാത്രം കട്ടായി പോവുള്ളൂ. സോ y into x minus 1,
2 into 2 into xy into x cube minus 1. ക്ലിയർ അല്ലേ? ഇനി 2. അപ്പോൾ എന്ത് വരും? ഇവിടെ 2 കട്ടായി പോകാനൊന്നുമില്ല, സോ ഒന്നും എഴുതണ്ട. ഈ 2 കട്ടാവും. സോ 2 ഇൻറ്റു എക്സ് വൈ ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് 1. ഓക്കെ, ഞാൻ ഇവിടെ മേലെ എടുത്ത് എഴുതാം. എന്താ ലാസ്റ്റ് വന്ന് നമുക്ക് y ഇൻറ്റു എക്സ് മൈനസ് 1, 2 ഇൻറ്റു എക്സ് വൈ ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് 1 അല്ലേ? സോ എഗെയിൻ 2 എടുക്കുക. y ഓഫ് എക്സ് മൈനസ് 1 2 ഇല്ല, ഈ 2 ക്യാൻസൽ ആവും. ദെൻ എക്സ് വൈ ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് 1. ഓക്കെ, ദെൻ y എടുക്കുക. സോ ഈ വൈയും ക്യാൻസൽ ആവും. സോ എക്സ് മൈനസ് 1 ആൻഡ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് 1. ദെൻ എക്സ് എടുക്കുക. അപ്പോൾ ഈ എക്സ് ക്യാൻസൽ ആവും, ഇവിടെ ഒന്നും ക്യാൻസൽ ആവാനില്ല. സോ എക്സ് മൈനസ് 1 ആൻഡ് എക്സ് ക്യൂബ് മൈനസ് 1. ഓക്കെ, സോ ഇവിടെ ഇതുവരെയുള്ള ടേംസ് എന്തൊക്കെയാ? ഇതാ 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 2. സോ 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 2. ദെൻ എക്സ് ഇൻറ്റു വൈ. ഓക്കെ, എക്സ് ഇൻറ്റു വൈ. ഓക്കെ, ദെൻ എന്ത് വരുന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്? എക്സ് മൈനസ് 1ഉം എക്സ് ക്യൂബ് മൈനസ് 1ഉം ഉണ്ട്. സോ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു ടേം പുറത്തെടുക്കാനാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ എക്സ് ക്യൂബ് മൈനസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 1 ഇസ് ഈക്വൽ ടു, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? സോ ഞാൻ ആ സ്റ്റെപ്പ് ഒരു മിനിറ്റ് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ക്യൂബ് മൈനസ് 1നെ എങ്ങനെ എഴുതാന്നാ പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എഴുതാം. ഓക്കെ, സോ രണ്ടിലും കോമൺ ആയിട്ടുള്ള എക്സ് മൈനസ് 1 പുറത്തെടുക്കാം. ഓക്കെ, സോ 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഓക്കെ, എഗെയിൻ 1 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ടേമിനെ പുറത്തെടുക്കും. സോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ടേമും 1ലേക്ക് എത്തും. ഓക്കെ, സോ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്നുള്ള ടേം കിട്ടും. സോ നമുക്ക് ഇതിനെ എങ്ങനെ കമ്പൈൻഡ് ആയിട്ട് എഴുതാം? എക്സ് ക്യൂബ് മൈനസ് 1 എന്ന് എഴുതാം അല്ലേ? സോ ഈ ടേം ആണ് നമുക്ക് ഇവിടെ കിട്ടുക. സോ എക്സ് ഇവിടെ കിട്ടുക. സോ എക്സ് ക്യൂബ് മൈനസ് 1 തന്നെ അതിനെ കമ്പൈൻഡ് ചെയ്ത് എഴുതാം. ഓക്കെ, സോ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് വരും? 2 ഇൻറ്റു 3 ഇസ് 6, 6 ഇൻറ്റു 2 ഇസ് 12, 12 ഇൻറ്റു 2 ഇസ് 24, എക്സ് ഇൻറ്റു വൈ ഇസ് എക്സ് വൈ ഇൻറ്റു എന്താ വരിക? എക്സ് ക്യൂബ് minus 1. So option A is our correct answer. 24xy into x cube minus 1 is our correct answer. Clear അല്ലേ? Okay, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Question number 3. Find the smallest 3-digit number that is exactly divisible by 12, 15 and 24. So ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതിൻ്റെ LCM കണ്ടുപിടിക്കണം. ഓക്കെ, 12, 15 and 24ന്റെ LCM കണ്ടുപിടിക്കുന്ന സമയത്ത് 3ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ പോകും അല്ലേ? 4 into 3 12, 5 into 3 is 15 and 8 into 3 is 24. ഓക്കെ, ഇനി 2ന്റെ അല്ലെങ്കിൽ 4ന്റെ. ഓക്കെ, സോ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 1 into 4, 5 അങ്ങനെ എഴുതുക, 2. Okay, then 5, 1, 1, 2, then 2. Okay, 1, 1, 1. Okay, so 3 into 4 into 5 into 2 is our LCM. For the 3, 12, 12 into 5 is 60, 60 into 2 is 120. Clear അല്ലേ? LCM എങ്ങനെ എടുക്കണമെന്ന് മനസ്സിലായില്ലേ? So 120 നമുക്ക് കിട്ടി. Okay, so smallest 3-digit number ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ smallest 3-digit number is 120 into 1 is equal to 120. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് വരുന്ന, അതായത് ഫസ്റ്റ് മൾട്ടിപ്പിൾ വിച്ച് കംസ് ഔട്ട് ടു ബി ദ smallest 3-digit number. ഏത് smallest 3-digit number കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? സോ മൾട്ടിപ്ലൈ ബൈ 1 then by 2 by 3 ചെയ്യുന്ന സമയത്ത് നമുക്ക് 1ൽ തന്നെ ഒരു ഡിജിറ്റ് 3-digit നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ അതന്നെയാണ് സ്മോളസ്റ്റ് 3-digit നമ്പർ. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ സപ്പോസ് 12, 16, 24. ഓക്കെ, 15 വരും 16 എഴുതി, 16, 24 ഇതാണ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ LCM കണ്ടുപിടിക്കുന്ന സമയത്ത് എങ്ങനെ ചെയ്യാം? 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. സോ 4 into 3 12, 4 into 4 16 and 6 into 4 is 24. Okay, again 2. So 3 എഴുതും, then 2 into 2
3 into 2, 6. Then 3, 1, 2, 1. Then again 2, 1, 1, 1. So 4 into 2 into 3 into 2 is our LCM. 4 into 8. 8 into 3 is 24. 24 into 2 is 48 is our what? LCM. Okay. So ഇതാണ് നമ്മുടെ question ചോദിച്ചിട്ടുണ്ടെന്ന് suppose വിചാരിക്കുക. Find the smallest 3-digit number that is exactly divisible by 12, 16, 14 ആണ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 48 ആണ് നമ്മുടെ LCM. Okay. So smallest 3-digit number കണ്ടുപിടിക്കാൻ 48 into 1 ആദ്യം ചെയ്യാം. That is 48. അപ്പോൾ ഇതല്ല. 48 into 2 is equal to 96. 2-digit ആണ്. അപ്പോൾ ഇതുമല്ല. 48 into 3 is equal to 144. This is the smallest 3-digit number. Okay. So നമ്മുടെ questionൽ അതെന്താ ആദ്യമായിട്ട് വരുന്ന 1ൽ വന്നില്ല 2ൽ വന്നില്ല into 3 ചെയ്തപ്പോൾ ഒരു 3-digit number വന്നു. That is the smallest 3-digit number of 48. Clear അല്ലേ? That is divisible by 12, 16 and 24. നമ്മുടെ questionൽ 12, 15 and 24 ആണ് തന്നിരിക്കുന്നത്. 120 ആണ് LCM കിട്ടിയത്. So 120 into 2, 120 into 3 എന്നും ചെയ്യേണ്ട ആവശ്യമില്ല. Because 120 itself is the smallest 3-digit number. 120 into 1 is equal to 120. Clear അല്ലേ? Okay. ഇനി അടുത്ത questionലോട്ട് പോവാം. Question number 4. Simplify cos 30 minus a minus cos 30 plus a. Okay. So നമുക്ക് ഇതെങ്ങനെ simplify ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a is equal to 30 എന്ന് കൊടുക്കുക. Okay, 30 degree എന്ന് suppose ചെയ്യാം. Say a is equal to 30. So cos 30 minus 30 minus of cos 30 plus 30. Okay, അതിനെങ്ങനെ എഴുതാം? cos 0 minus cos 60. Okay, cos 0 is 1 and cos 60 is 1 by 2. That is equal to 1 minus 1 by 2 is 1 by 2. Clear അല്ലേ? So 1 by 2 വരുന്നത് ഏത് വാല്യൂവിൽ a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണെന്ന് നോക്കണം. ക്ലിയർ അല്ലേ? സോ cos a half sin a 2 sin a. ഓക്കെ. സോ sin 30 ആണ് 1 by 2 എന്ന് പറയുന്നത്. ഓക്കെ, sin a അല്ലെങ്കിൽ sin 30 ആണ് 1 by 2 എന്ന് വരുന്നത്. സോ ഹാഫിന് നമുക്ക് എങ്ങനെ എഴുതാം? sin 30 എന്ന് എഴുതാം. നമ്മളിവിടെ 30 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് കാരണം 30യുടെ പകരം എങ്ങനെ എഴുതാം? sin a എന്ന് എഴുതാം. സോ ഓപ്ഷൻ സി ഈസ് അവർ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സോ നമ്മൾ ട്രിഗ്നോമെട്രി എല്ലാം ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഓരോ ടേംസും ഓരോ ആംഗിൾസും ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5. Question number 5. A trader makes a profit by selling goods at a profit of 20%. So profit is equal to 20%. He also uses weights that are 20% less. What is his actual gain percent? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Actual gain percent അല്ലെങ്കിൽ actual profit എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ അറിയാം അല്ലേ? സോ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു എന്താ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, profit percentage is equal to selling price minus cost price by cost price into 100. Okay, so ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യനിൽ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് ഓർ ഫോർമുലാസ്. ക്ലിയർ അല്ലേ? സോ പി ഈസ് ഈക്വൽ ടു 20% എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഹി യൂസസ് വെയ്റ്റ്സ് ദാറ്റ് ആർ 20% ലെസ് അല്ലേ? സോ നമുക്കിവിടെ കോസ്റ്റ് പ്രൈസ് അറിയാം. കോസ്റ്റ് പ്രൈസ് നമുക്കിപ്പോൾ സപ്പോസ് 100% ആണ് വിചാരിക്കുക. ഓക്കെ, സോ 100% കോസ്റ്റ് പ്രൈസ് ആണ്. ഓക്കെ, സോ 100% കോസ്റ്റ് പ്രൈസ് ആകുമ്പോൾ 20% പ്രോഫിറ്റ് ആണ് അല്ലേ? സോ കോസ്റ്റ് പ്രൈസ് 100% ആകുമ്പോഴാണ് പ്രോഫിറ്റ് 20%. പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? 20% ലെസ് വെയിറ്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കള്ളത്തരം കാണിക്കുന്നത്. സോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100%ന് പകരം ഹീ ഈസ് സെല്ലിംഗ് ഓൺലി 80%. ഓക്കെ, കാണിക്കുന്നത് 100 ആണെങ്കിലും 80% സെൽ ചെയ്യുള്ളൂ. 20% അയാൾക്ക് ലാഭമാണ്. ഓക്കെ അല്ലേ? സോ കോസ്റ്റ് പ്രൈസ് 100% ആണെങ്കിൽ പ്രോഫിറ്റ് 20% ആണ്. ബട്ട് അയാൾ വെയിറ്റ് 20% ലെസ് ആണ് വെക്കുന്നത്. സോ ഇവിടെ കോസ്റ്റ് പ്രൈസ് ഇസ് 80%. ക്ലിയർ അല്ലേ? സോ ഇപ്പോൾ ഉള്ള കോസ്റ്റ് പ്രൈസ് ഇസ് 80%. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന പ്രോഫിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ്. ഓക്കെ, ഈ ഇക്വേഷന് നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് എന്ന് അറിയാം. ഓക്കെ, സോ ഇനീഷ്യലി the selling price is 100 plus 20, that is equal to
120. ക്ലിയർ അല്ലേ? സോ സെല്ലിംഗ് പ്രൈസ് 120 കിട്ടി. ക്ലിയർ അല്ലേ? ഇനി കോസ്റ്റ് പ്രൈസ് നമുക്കറിയാം എന്താ 80 ആണ്. ഇപ്പോഴത്തെ കോസ്റ്റ് പ്രൈസ് ഈസ് 80%. ഓക്കെ, മുൻപത്തെ കോസ്റ്റ് പ്രൈസ് അല്ല, ഇപ്പോഴത്തെ കോസ്റ്റ് പ്രൈസ് ആണ്, ദാറ്റ് ഈസ് 80%. ഓക്കെ, ദെയർഫോർ ആക്ച്വൽ ഗെയിൻ പെർസെൻറ്റേജ്, ഇപ്പോൾ ഉള്ള ഗെയിൻ പെർസെൻറ്റേജ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 120 മൈനസ് 80 ബൈ 80 ഇൻറ്റു 100. ഓക്കെ, 120 മൈനസ് 80 എന്താ? 40 ബൈ 80 ഇൻറ്റു 100. സോ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 50% ആണ് ഗെയിൻ വരുന്നത്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ ഈസ് അവർ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ അറിയാം അല്ലേ? സോ ഇക്വേഷൻസ് എന്താ? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. അതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്താൽ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് എന്നറിയാം. അതെല്ലാം അറിയാവുന്ന കാര്യമാണ്. സോ നമുക്ക് ആദ്യം എന്താ ചെയ്യുന്നത്? നമുക്ക് ആദ്യം എന്താ തന്നിരിക്കുന്നത്? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 20% തന്നിട്ടുണ്ട് അല്ലേ? സോ കോസ്റ്റ് പ്രൈസ്, സപ്പോസ് കോസ്റ്റ് പ്രൈസ് ഇവിടെ തരാത്ത കാരണം നമ്മളിപ്പോൾ 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, 100 ആണ് കോസ്റ്റ് പ്രൈസ്, 100 rupees ആണ്, അല്ലെങ്കിൽ 100% ആണെന്ന് നമുക്ക് സപ്പോസ് ചെയ്യാം. ഓക്കെ, 100 rupees ആണെന്ന് തന്നെ സപ്പോസ് ചെയ്യൂ. ഓക്കെ, സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 20 എന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഫസ്റ്റത്തെ കേസിലെ സെല്ലിംഗ് പ്രൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെല്ലിംഗ് പ്രൈസ് എന്താ? സെല്ലിംഗ് കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 100 plus 20 is equal to 120. ക്ലിയർ അല്ലേ? സോ 20% എന്നുള്ള പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 120 മൈനസ് 100 ബൈ 100 ഇൻറ്റു 100 ആസ് പെർ ദിസ് ഫോർമുല. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുക? ഇതും ക്യാൻസൽ ചെയ്യാൻ 120 മൈനസ് 100 is 20%. അത് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസ് 100 എടുക്കുമ്പോൾ സെല്ലിംഗ് പ്രൈസ് 120 ആവും ആസ് പെർ പ്രോഫിറ്റ് 20%. ഇതാണ് ആക്ച്വലി അവിടെ നടക്കേണ്ട കാര്യം. ഓക്കെ, വേറാസ് അയാൾ എന്ത് ചെയ്യുന്നു? 20% ലെസ് വെയിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, 100% അല്ല. വേറാസ് 20% ലെസ് വെയിറ്റ്, അതായത് കോസ്റ്റ് പ്രൈസ് 100 പകരം അയാൾ ജസ്റ്റ് 80 കൊടുക്കുന്നുള്ളൂ. ഓക്കെ, 80 കൊടുക്കുന്നുള്ളൂ. ഓക്കെ, സോ അവിടെ സെല്ലിംഗ് പ്രൈസ് എന്ത് വരും? സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ്. ഓക്കെ, സോ നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു എന്താ? 120 ആണ് അയാളുടെ പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, സോ ഇപ്പോഴത്തെ കോസ്റ്റ് പ്രൈസ് എന്താ? ജസ്റ്റ് 80 ആണ് ഇൻസ്റ്റെഡ് ഓഫ് 100. ഓക്കെ, സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ത് വരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, ഇവിടെ സെല്ലിംഗ് പ്രൈസ് 80 വെച്ച് ചെയ്യുന്ന സമയത്ത് 120 മൈനസ് 80 by 80 into 100, that is equal to 40 by 80 into 100, that is 100 by 2 is 50% profit വരുന്നു. Instead of 20% അയാൾക്ക് 50% profit കിട്ടുന്നുണ്ട് when he made the weight that is 20% less. Clear അല്ലേ? So അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 6. Express 44 by 5% plus 4 by 5% plus 0.4 by 5% in decimal form. ഓക്കെ, ഇതിനെ ഡെസിമൽ ഫോമിൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ 44 by 5% എങ്ങനെ എഴുതാം? പെർസെൻറ്റേജിനെ എങ്ങനെ എഴുതാം? ഓക്കെ, എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ 100 എഴുതാം അല്ലേ? സോ 44 by 5 into 100 plus 4 by 5 into 100 plus 0.4 by 5 into 100 എന്ന് എഴുതാം അല്ലേ? സോ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നമുക്ക് എങ്ങനെ എഴുതാം? 8.8 എന്ന് എഴുതാം അല്ലേ? ഇവിടെ എങ്ങനെ എഴുതാം? 0.8 എന്ന് എഴുതാം. ഇവിടെ എങ്ങനെ എഴുതാം? 0.08 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? സോ ഡിവൈഡഡ് ബൈ 100 ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും? നമുക്ക് ഇവിടെ എന്ത് വരും? 8.8 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ നമുക്ക് എന്ത് വരും? 0.088 എന്ന് വരും. 2 ഡെസിമൽ പോയിന്റ് ഇങ്ങോട്ട് ഇടാം അല്ലേ? സോ 8.8ന് ഒരു ഡെസിമൽ പോയിന്റ് ഇങ്ങോട്ട്, ഒരു ഡെസിമൽ പോയിന്റ് ഇങ്ങോട്ട് ഇടുമ്പോൾ എന്ത് വരും? 0.088 എന്ന് വരും അല്ലേ? സോ അതേപോലെ ഇവിടെയും ചെയ്യാം. 0.8 ഡിവൈഡഡ് ബൈ 100 എങ്ങനെ എഴുതാം? 0.008 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അതേപോലെ 0.08 ഡിവൈഡഡ് ബൈ 100 എങ്ങനെ എഴുതാം? 0.0008 എന്ന് എഴുതാം. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡെസിമൽ ഫോമിലുള്ള ആൻസർ കിട്ടും.
ക്ലിയർ അല്ലേ? സോ എങ്ങനെ എഴുതാം? 0.088 പ്ലസ് 0.008 പ്ലസ് 0.0008. ക്ലിയർ അല്ലേ? സോ 8 ഇവിടെ വന്നു. 8 പ്ലസ് 8 is 16. 8 plus 1 is 9. 0.0968. Okay, that is option B. 0.0968 is our answer. Clear അല്ലേ? Okay, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Question number 7. If the selling price of an article is 240 rupees, profit is to 20%, profit percentage is 20%, then for how much should it be sold if the profit is to be 30%? Profit 30% ആവാൻ വേണ്ടിയിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് എത്രയാവണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്കറിയാം കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. എങ്ങനെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം? നമ്മുടെ ഇക്വേഷൻ എന്താ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, സോ സെല്ലിംഗ് പ്രൈസ് അറിയാം 240 മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 20%, 20 ആണെന്ന് അറിയാം. ഓക്കെ, സോ ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ 240 മൈനസ് സി പി ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 20 സി പി കോസ്റ്റ് പ്രൈസ്. ഓക്കെ, സോ 24000 minus 100 CP is equal to 20 CP. Okay, so minus 100 CP right hand side like 24000 minus 120 CP. Oh, that is equal to 120 CP. And now, okay, so this cancel 12 multiplication table cancel 200. So CP is equal to 200. Clear alle? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ആണ്. ഓക്കെ, സോ സോറി, പ്രോഫിറ്റ് ആണ്, നോട്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, സോ ഇത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല. ദിസ് ഇസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ ഇതാണ്, വേറസ് പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ പ്രോഫിറ്റ് എത്രയാണ് വരുന്നത്? സെല്ലിംഗ് പ്രൈസ് 240 മൈനസ് cost price 200, so 40 rupees ആണ് profit, whereas profit percentage is 20%. അത് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 30% പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ വേണ്ട സെല്ലിംഗ് പ്രൈസ് എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ എന്താ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 200 എന്ന് കിട്ടിയിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 200, പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 30% കിട്ടണം എന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്താ ഇക്വേഷൻ? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 30% ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് 200 ബൈ 200 ഇൻറ്റു 100. ഓക്കെ, സോ ഇത് ക്യാൻസൽ ആയി പോവും. സോ 2 ഈ സൈഡ് വരുമ്പോൾ 60 is equal to selling price minus 200. So 200 ഈ സൈഡ് പോകുമ്പോൾ selling price is equal to minus 200 ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് 200 ആവും അല്ലേ? സോ സെല്ലിംഗ് പ്രൈസ് is equal to 200 plus 60 is 260. ക്ലിയർ അല്ലേ? സോ സി ഈസ് അവർ കറക്റ്റ് ആൻസർ. സോ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ഈ ഒരു ഇക്വേഷൻ മാത്രമാണ്. സോ നമുക്ക് ഈ ഒരു വാല്യൂവിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് ഫസ്റ്റ് കണ്ടുപിടിക്കുക. ദെൻ കോസ്റ്റ് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റും വെച്ചിട്ട് നമുക്ക് പുതിയ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ ആൻസർ ഇസ് 260. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. സോ ക്വസ്റ്റ്യൻ നമ്പർ 8. A metallic sphere of radius 6 cm is melted and drawn into a wire whose radius of cross section is 8 cm. What is the length of the wire? എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മെറ്റാലിക് സ്ഫിയർ ഉണ്ട് ഓഫ് റേഡിയസ് 6 cm. ഓക്കെ, ദാറ്റ് ഇസ് മെൽറ്റഡ്, ഉരുക്കി, എന്നിട്ട് എന്തുണ്ടാക്കി? ഒരു വയർ ഉണ്ടാക്കി. ഓക്കെ, ഒരു പ്ലെയിൻ വയർ ഉണ്ടാക്കി. വയർ എന്ത് ഷേപ്പാണുള്ളത്? ചെറുതാണെങ്കിലും അതിൻ്റെ ഷേപ്പ് ഈസ് സിലിണ്ട്രിക്കൽ ഷേപ്പ്. ഓക്കെ, ഹൂസ് റേഡിയസ് ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് 8 cm. അതിൻ്റെ റേഡിയസ് ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് 8 cm. 8 cm ആണ് അതിൻ്റെ റേഡിയസ് ഓഫ് ക്രോസ് സെക്ഷൻ. സോ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ വയർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്കിവിടെ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? നമുക്കിവിടെ സ്ഫിയറിൻ്റെ ഇക്വേഷനും വോളിയത്തിൻ്റെ ഇക്വേഷനും സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷനും അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? സോ ഇത് മെൻസുറേഷൻസ് ഉള്ള ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ്. സോ നമുക്ക് വോളിയം, ഏരിയ ഓഫ് എല്ലാ
ഷേപ്സിൻ്റെയും നമുക്ക് ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ. ക്ലിയർ അല്ലേ? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം എക്സാമിന് മുമ്പ്. ക്ലിയർ അല്ലേ? സോ നമുക്കിവിടെ ആവശ്യമുള്ളത് ഇസ് വോളിയം ഓഫ് സ്ഫിയർ ആവശ്യമുണ്ട്. ഓക്കെ, ബിക്കോസ് സ്ഫിയർ ആണ് മെൽറ്റ് ചെയ്തിട്ട് നമ്മുടെ വയറാക്കി മാറ്റുന്നത്. സോ വോളിയം ഓഫ് സ്ഫിയർ ഇസ് ഈക്വൽ ടു എന്താ 4/3 pi r cube. This is radius. Pi ന്റെ വാല്യൂ ഈസ് 22/7. ഓക്കെ അല്ലേ? നമുക്കിവിടെ റേഡിയസ് തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ. സോ വോളിയം ഓഫ് ദ സ്ഫിയർ ഇസ് 4/3 into 22/7 into 6 into 6 into 6. ഓക്കെ അല്ലേ? സോ അതവിടെ ഇരുന്നോട്ടെ. ഓക്കെ, ഇനി അടുത്തത് വേണ്ടത് വോളിയം ഓഫ് സിലിണ്ടർ ആണ്. വോളിയം ഓഫ് സിലിണ്ടർ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ആണ്. ഓക്കെ, ലെങ്ത് ഓഫ് ദ സിലിണ്ടർ അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ വയർ ആണ്. ലെങ്ത് ഓഫ് ദ വയർ അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ആണ് കണ്ടുപിടിക്കുന്നത്. ബിക്കോസ് വയർ ഇസ് എ ഫോം ഓഫ് എ സിലിണ്ടർ. ഓക്കെ, സോ നമുക്ക് ആർ അറിയാം, ദാറ്റ് ഇസ് 8 സെൻറ്റിമീറ്റർ അറിയാം. പൈൻ്റെ വാല്യൂ 22/7 എന്നും അറിയാം. ഓക്കെ, സോ വോളിയം ഓഫ് ദ സിലിണ്ടർ ഇസ് ഈക്വൽ ടു 22/7 ഇൻറ്റു 8 ഇൻറ്റു 8 ഇൻറ്റു എച്ച്. ഓക്കെ, സോ നമുക്ക് ഇവിടെ എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഫിയർ ആണ് അല്ലേ മെൽറ്റ് ചെയ്തിട്ട് സിലിണ്ടർ ആക്കുന്നത്. അപ്പോൾ എന്താ ഇൻഡയറക്ട്ലി മീനിങ് ഈസ് വോളിയം ഓഫ് ദ സ്ഫിയർ ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ സിലിണ്ടർ എന്നാണ് പറയുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് അതാണ് മീനിങ്. അതായത് വോളിയം ഓഫ് സിലിണ്ടർ, സ്ഫിയറിനെയാണ് നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് സിലിണ്ടർ ആക്കുന്നത്. സോ അതിൻ്റെ രണ്ടിൻ്റെയും വോളിയം ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ ഇതിവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് ഇത് സോൾവ് ചെയ്യേണ്ട, അതിനു മുമ്പ് നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. 4/3 ഇൻറ്റു 22/7 ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 6 ഈക്വൽ ടു 22/7 ഇൻറ്റു 8 ഇൻറ്റു 8 ഇൻറ്റു എച്ച്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ വയർ ആണ്. ഓക്കെ, സോ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, സോ 22/7 ക്യാൻസൽ ചെയ്യും. ഇവിടെ 2 വരും. ഓക്കെ, സോ 2ഉം 8ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4 വരും. 4ഉം 4ഉം ക്യാൻസൽ ചെയ്യും. ഓക്കെ, സോ എല്ലാം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് എല്ലാം കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വാല്യൂ ഓഫ് എച്ച് എന്ത് കിട്ടും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എച്ചിൻ്റെ വാല്യൂ ഈസ് ഇവിടെ 6 ഇൻറ്റു 6 ഉണ്ട്, ഇവിടെ 8 ഇൻറ്റു എച്ച് ഉണ്ട് അല്ലേ? സോ 36 ഡിവൈഡഡ് ബൈ 8. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4ൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ കട്ട് ചെയ്ത് പോകുമ്പോൾ 9/2. 9 into 4 36 and 2 into 4 is 8. So that is equal to 4.5 centimeter. Okay, so height of the or length of the wire or height of the cylinder is equal to 4.5 centimeter. That is option C is our correct answer. 4.5 centimeter. So നമുക്ക് ഇവിടെ അറിയേണ്ട കാര്യം is volume of cylinder and volume of sphere. Okay, so അത് equate ചെയ്തിട്ട് കോമൺ ടേംസ് ഒക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹൈറ്റ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. സോ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ വയർ എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. വയർ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സ്ട്രക്ചർ ഇസ് സിലിണ്ടർ എന്നും അറിഞ്ഞിരിക്കണം, എന്നാലേ കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. Question number 9. A hare spots a dog 100 meters away and starts running away from it at 12 km per hour. 1 minute later, the dog gives it chase at 16 km per hour speed. At what distance from the spot where the hare took to flight will the dog catch the hare? Okay, so നമ്മുടെ question is ഒരു hare ഉണ്ട്. Okay, so there is a hare. Okay, and a dog at the distance of 100 meter. ഓക്കെ, ഒരു ഡോഗും ഉണ്ട് ഹെയറും ഉണ്ട്. ഓക്കെ, സോ ഹെയറിൻ്റെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 12 km/h. ഓക്കെ, ഈ ഡോഗ് ഹെയറിനെ കണ്ടതും അതിനെ ചേസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് അറ്റ് ദ സ്പീഡ് ഓഫ് 16 km/h. 16 km/h അതിനെ ചേസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഹെയർ ഈ സൈഡിലോട്ട് ഓടും അല്ലേ? ഈ ഒരു സൈഡിലോട്ട് ഓടും. ഓക്കെ, സോ ഡോഗിൻ്റെ സ്പീഡ് 16ഉം ഹെയറിൻ്റെ 12ഉം ആണ്. സോ ഡോഗിൻ്റെ സ്പീഡ് എന്തായാലും 16 കൂടുതലാണ്, ഹെയറിൻ്റെ സ്പീഡിനെക്കാളും കൂടുതലായത് കാരണം ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഹെയറിനെ ഡോഗ് ക്യാച്ച് ചെയ്യും. ഓക്കെ, സോ ആ ഹെയർ ഡോഗിനെ കണ്ട ശേഷം എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് ഡോഗ് ഹെയറിനെ ക്യാച്ച് ചെയ്യണത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
Okay, clear അല്ലേ? At what distance from the spot where the hare took to flight, ഈ സ്പോട്ടിൽ നിന്ന് ഡോഗിനെ കാണുന്നു. സോ ഡോഗിനെ കണ്ട ശേഷം എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡോഗ് ഹെയറിനെ ക്യാച്ച് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിനു മുൻപ് 1 minute later the dog gives a chase at 16 km/h എന്നുണ്ട്. ഓക്കെ, അതായത് ഇവിടെ നിന്ന് 1 മിനിറ്റ് നമ്മുടെ ഹെയർ ഓടിയിട്ടുണ്ട്. ഓക്കെ, 1 മിനിറ്റ് ഓടിയിട്ടുണ്ട്. സോ ഓടിയ ശേഷമാണ് നമ്മുടെ ഡോഗ് ചേസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ഫസ്റ്റ് കണ്ടുപിടിക്കണം? നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? 1 മിനിറ്റിൽ ഹെയർ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ? അതായത് ഹെയറിന്റെ 12 km/h, ഡോഗിന്റെ 16 km/h, 100 മീറ്റർ ആണ് അവരുടെ ഡിസ്റ്റൻസ്. ഡോഗിനെ കണ്ടതും ഹെയർ ഓടാൻ തുടങ്ങി. 1 മിനിറ്റ് ഓടിയതിന് ശേഷമാണ് ഡോഗ് ഹെയറിനെ കണ്ടിരിക്കുന്നത്. സോ 1 മിനിറ്റ് ഹെയർ ഓൾറെഡി ഓടിയിട്ടുണ്ട്. പിന്നെ എത്ര ഡിസ്റ്റൻസ് കൂടെ ഓടിയ ശേഷമാണ് ഡോഗ് ഹെയറിനെ ക്യാച്ച് ചെയ്തതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഹെയർ ഇൻ 1 മിനിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതിനുവേണ്ടി നമുക്കറിയാം ഹെയറിന്റെ സ്പീഡ് ഈസ് 12 km/h ആണ് അല്ലേ? സോ 1 അവറിൽ ഹെയർ 12 കിലോമീറ്റർ ഓടുന്നുണ്ട്. ഓക്കെ, 1 അവർ പറയുന്നത് എന്താ? 60 മിനിറ്റ്സിൽ ഹെയർ 12 കിലോമീറ്റർ ഓടുന്നുണ്ട്. സോ 1 മിനിറ്റിൽ എത്ര കിലോമീറ്റർ ഓടും? 12 ഡിവൈഡഡ് ബൈ 60. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/5 കിലോമീറ്റർ. അതിന് മീറ്ററിലേക്ക് ആക്കുമ്പോൾ എന്ത് ചെയ്യും? 1 kilometer is equal to 1000 meter അല്ലേ? So 1000 by 5 is equal to 200 meter. ക്ലിയർ അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ഒരു മിനിറ്റ് ഹെയർ ഓടിയിട്ടുണ്ട് ഡോഗിനെ കണ്ടതും, അതിനുശേഷമാണ് ഡോഗ് ചേസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതും ഹെയറിനെ പിടിക്കുന്നതും. സോ 1 മിനിറ്റ് ഹെയർ എത്ര ഡിസ്റ്റൻസ് ഓടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ഓടിയിട്ടുണ്ട്? 200 മീറ്റർ ഓടിയിട്ടുണ്ട് 1 മിനിറ്റിൽ ഹെയർ. ഓക്കെ, അതിനുശേഷം കുറച്ച് ഡിസ്റ്റൻസ് കൂടെ ഓടിയ ശേഷമാണ് ഹെയറും ഡോഗ് ഹെയറിനെ ക്യാച്ച് ചെയ്യുന്നത് നമുക്കറിയാം. ഓക്കെ, സോ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഹെയർ ഇൻ 1 മിനിറ്റ് ഈസ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. ദാറ്റ് ഇസ് 200 മീറ്റർ. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഡോഗ് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യണം? ഈ 100 + 200 അല്ലേ? സോ ഡോഗ് 300 മീറ്റർ കവർ ചെയ്താലേ ഈ പൊസിഷനിൽ ഹെയർ എത്തുന്ന സമയത്ത് ഡോഗിനെ ഹെയറിനെ പിടിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അതല്ലാതെ കുറച്ച് ഡിസ്റ്റൻസും കൂടെ ഓടിയിട്ടുണ്ട്. ആ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഡോഗിന് അറ്റ് ദ പോയിന്റ് ഓഫ് ടൈം എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യണം? 100 + 200 is equal to 300 മീറ്റർ ഡോഗിന് കവർ ചെയ്യണം. ക്ലിയർ അല്ലേ? സോ distance to be covered by the dog to catch the hair at the point is 100 + 200 is equal to 300 meter. പിന്നെയും ഹെയർ ഓടിയിട്ടുണ്ട്, ഡോഗ് ഓടിയിട്ടുണ്ട്. സോ ആ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്തത് ടൈം ടേക്കൺ ബൈ ദ ഡോഗ് ടു കവർ 300 മീറ്റർ. 300 മീറ്റർ കവർ ചെയ്യണം ഇതുവരെ എത്താൻ വേണ്ടിയിട്ട്. അതിന് വേണ്ട ടൈം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഇറ്റ് ഈസ് എ ക്ലാസിക് ഇക്വേഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഓക്കെ, സോ 300 മീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം വേണം എന്നുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഈസ് 300 മീറ്റർ ഡിവൈഡഡ് ബൈ, ഇവിടെ സ്പീഡ് എടുക്കുന്നത് ഈസ് റിലേറ്റീവ് സ്പീഡ്. ഓക്കെ, റിലേറ്റീവ് സ്പീഡ് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഡോഗ് ഹെയറിനെ ചേസ് ചെയ്യണം, അപ്പോൾ ഒരേ ഡയറക്ഷനിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ രണ്ട് സ്പീഡ് തമ്മിൽ മൈനസ് ചെയ്യണം. ഓക്കെ, സെയിം ഡിസ്റ്റൻസ് സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ത് വരും? 16 + 12 വരും. ഓക്കെ, സോ നമ്മുടെ സെയിം ഡയറക്ഷൻ ആയത് കാരണം റിലേറ്റീവ് സ്പീഡ് ഈസ് ഈക്വൽ ടു 4 km/h ആണ്. സോ 4 km/h is our relative speed. ഓക്കെ, സോ അടുത്ത എന്താ നമുക്ക് നോക്കേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മീറ്ററും ഇത് km/h ആണ് അല്ലേ? സോ ഐദർ നമുക്ക് ഈ മീറ്ററിനെ കിലോമീറ്റർ ആക്കണം, അല്ലെങ്കിൽ ഈ km/h മീറ്റർ/സെക്കൻഡ് ആക്കണം. ഓക്കെ, സോ ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3000 മീറ്റർ ആണ് 3 കിലോമീറ്റർ അല്ലേ? അപ്പൊ 300 മീറ്റർ എന്തായിരിക്കും? ഈ ഒരു ഇൻറ്റു 10 എന്ന് പറയുന്നത് ഈ സൈഡിലോട്ട് പോകും. സോ 3/10 കിലോമീറ്റർ എന്ന് ആവും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഞാൻ എന്താ ഇവിടെ ചെയ്തത്? മീറ്ററിനെ കിലോമീറ്റർ ആക്കിയിരിക്കുകയാണ്. സോ ടൈം taken by the dog to cover 300 meter is 3/10 into 4. Clear alle? So 3/40 hour is needed for the dog to cover that 300 meter.
Okay, so distance covered by the dog കിട്ടി, time taken by the dogും നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഹെയർ കണ്ടുപിടിക്കണം. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഹെയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഈ ഒരു ഹെയർ ഇവിടെ കണ്ടു ഡോഗിനെ, എന്നിട്ട് ഈ 200 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഈ 200 മീറ്റർ ട്രാവൽ ചെയ്തു. ഇനി എച്ചും ഡിയും, അതായത് ഡോഗ് ഹെയറിനെ ക്യാച്ച് ചെയ്തു ഈ ഒരു ഡിസ്റ്റൻസിൽ. സോ ഈ ഒരു ഡിസ്റ്റൻസും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും അല്ലേ? സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഹെയർ ആണ്. സോ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഹെയർ ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സോ ഹെയറിന്റെ സ്പീഡ് എന്താ? 12 km/h. ടൈം എന്താ? അവിടെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, 3/40 അവർ. ക്ലിയർ അല്ലേ? സോ ഇത് ക്യാൻസൽ എങ്ങനെ ചെയ്യുക? 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ 10 × 4 40, 3 × 4 12. So that is equal to distance covered by the hair is equal to 9/10 kilometer. 9/10 kilometer. സോ ഞാനിവിടെ മീറ്ററിനെ കിലോമീറ്റർ ആക്കിയില്ല. എങ്ങനെ മീറ്ററിനെ കിലോമീറ്റർ ആക്കിയത്? ഈ ഒരു മെത്തേഡിൽ 9/10 കിലോമീറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 900 മീറ്റർ എന്ന് എഴുതാം അല്ലേ? അല്ലേ? സോ ഡിസ്റ്റൻസ് കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഇതാ 300 മീറ്ററിനെ 3 കിലോമീറ്റർ 300 മീറ്റർ ഇസ് ഈക്വൽ ടു 3 കിലോമീറ്റർ. അപ്പോൾ 3000 മീറ്റർ ഇസ് ഈക്വൽ ടു 3 കിലോമീറ്റർ, സോറി. സോ 300 മീറ്റർ ഇസ് ഈക്വൽ ടു 3/10 കിലോമീറ്റർ. അപ്പോൾ 9/10 കിലോമീറ്റർ നമുക്ക് എങ്ങനെ എഴുതാം? 9/10 കിലോമീറ്റർ ഇസ് ഈക്വൽ ടു 900 മീറ്റർ എന്ന് എഴുതാം. സോ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടി, ദാറ്റ് ഇസ് 900 മീറ്റർ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഹെയർ എന്താ? അതാണ് ക്വസ്റ്റ്യൻ. അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ സ്പോട്ട്? ഈ സ്പോട്ടിലാണ് നമ്മുടെ ഹെയർ ഡോഗിനെ കണ്ടത്. ഓക്കെ, ഈ സ്പോട്ടിൽ നിന്ന് ഈ ഹെയർ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന ക്വസ്റ്റ്യൻ. സോ 200 കിട്ടി. 1 മിനിറ്റിൽ ഹെയർ ട്രാവൽ ചെയ്തത് 200 ആണ്. എഗെയിൻ 900 മീറ്റർ കൂടെ ഓടിയിട്ടുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോഗ് ഹെയറിനെ കണ്ടു, പിന്നെ രണ്ടുപേരും കൂടെ ഓടാൻ തുടങ്ങി. സോ 900 മീറ്റർ കൂടെ എക്സ്ട്രാ ഹെയർ ഓടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സോ 900 + 200 is equal to 1100 meter. So option A is our correct answer. Clear അല്ലേ? ഓക്കെ, നമ്മൾ ഫസ്റ്റ് എന്ത് കണ്ടുപിടിച്ചു? ഫസ്റ്റ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഹെയർ ഇൻ 1 മിനിറ്റ് കണ്ടുപിടിച്ചു. ദെൻ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഡോഗ് കണ്ടുപിടിച്ചു 300. സോ ഡോഗിൻ്റെ നമുക്ക് ഡിസ്റ്റൻസ് അറിയാം, സ്പീഡ് അറിയാമെങ്കിൽ നമുക്ക് ടൈം കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മുടെ ഹെയറിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡോഗിൻ്റെ ഡിസ്റ്റൻസും സ്പീഡും അറിയാവുന്നത് കാരണം ടൈം കണ്ടുപിടിച്ചു. നമുക്ക് കോമൺ ആയിട്ട് ടൈം കണ്ടുപിടിച്ചു. ഓക്കെ, ഡിസ്റ്റൻസ് എന്താ? ഡോഗിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് 200 എത്ര കവർ ചെയ്യണം? 200 + 100 ആണ് കവർ ചെയ്യേണ്ടതെന്ന് അറിയാം. ആൻഡ് ടൈം നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സോ ആ ടൈം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഹെയർ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് നമുക്കറിയാം 12 km/h ആൻഡ് ടൈം നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 900 മീറ്റർ കൂടെ എക്സ്ട്രാ ഓടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. Okay, so 900 + 200 is equal to 1100 meter. Clear അല്ലേ? Okay, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Question number 10. Last question. If A, B, C are the 3 points on the circle where BC is the diameter and AC is equal to AB is equal to 5√2 centimeter. Find the radius of the circle. Okay, so നമുക്കൊരു സർക്കിൾ ഉണ്ട്. If A, B, C are the 3 points on the circle where BC is the diameter. Okay, AC and AB is equal to 5/√2 centimeter. So we can say that it is a right angle triangle. Correct അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മുടെ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ആൻഡ് ഓൾസോ we can apply Pythagoras theorem, that is hypotenuse square BC square is equal to base square plus altitude square. അല്ലെങ്കിൽ ഇത് ഏത് വേണമെങ്കിലും ബേസ് ആവാം, ഏത് വേണമെങ്കിലും altitude ആവാം, because this angle BAC is 90 degree. Okay, right angle triangle, equal sides and ഒരു angle 90 degree ആയത് കാരണം we can apply Pythagoras theorem. Okay, so BC diameter ആണെന്ന് നമുക്കറിയാം. സോ റേഡിയസ് ഓഫ് ദ സർക്കിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? സോ BC സ്ക്വയർ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. സോ രണ്ടും 5√2 ആയത് കാരണം BC സ്ക്വയർ 5√2 the whole square plus 5√2 the whole square. Okay, so 5 square is 25 into √2 square നമുക്ക് 2 എന്നാവും അല്ലേ? റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആകുമ്പോൾ വെറും 2 ആയിരിക്കും. പ്ലസ് അതേത് 25 into 2 that is equal to 100. This is 50 and this is 50.
that is equal to 100. Okay, root 100. എങ്ങനെ വരും റൂട്ട് 100? ഇത് ബി സി സ്ക്വയർ ആണ് 100 അല്ലെ. ബി സി സ്ക്വയർ ഇസ് ഇക്വൽ 25 into 50 plus 25 into 50, that is equal to bc square is equal to 100 and bc is equal to root 100, that is equal to 10 centimeter. So bc is equal to 10 centimeter എന്ന് കിട്ടിയിട്ടുണ്ട്. So radius is equal to 5 each. Okay, 5 ആണ്. So നമ്മുടെ correct answer is option number B. 5 centimeter is our correct answer. Clear അല്ലേ? So ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻ ആപ്റ്റിറ്റ്യൂഡ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.